കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പശ്ചിമ ബംഗാളിൽ വലിയ തല്ല് TMC നേതാക്കൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവിടെ MP മാരടക്കം അഭിഷേക് ബാനർജിക്കെതിരെ വലിയ ആക്രമണമുണ്ടായി. TMC അത് ഇപ്പോൾ പുതിയൊരു വിവരം പുറത്തു വരുന്നത് ഈ ആക്രമിച്ചവർ TMC മുൻ MLA-യുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് ന്യൂസ് 18-ന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സോനാപൂരിലെ TMC മുൻ MLA ലൗലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ളവരാണ് പിടിയിലായ 4 പേർ എന്നാണ് വിവരം പുറത്തു വരുന്നത്. അഭിഷേക് ബാനർജിക്കെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തവരിൽ തപൻ മെയ്ത്തി, ആകാശ് എന്നീ 2 പേർ. ദൃശ്യങ്ങളിൽ അവരുടെ ചിത്രം വളരെ വ്യക്തമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തപൻ മെയ്തി TMCയുടെ മുൻ MLA ലൗലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നാണ് വിവരം. അത് മാത്രമല്ല, ഇയാളുമായി ബന്ധമുള്ള കാജൽ ദാസ്, ദേബാശിഷ് ദത്ത എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആകാശ് ഗയാൻ അവിടുത്തെ തൃണമൂലിൻ്റെ പ്രാദേശിക പ്രവർത്തകനാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് അയാളുടെ മാതാവടക്കം ശരിവെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഒളിവിലായിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തത്. എന്തായാലും ഇത് തൃണമൂലിനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട മമതാ ബാനർജി വിളിച്ച ഒരു യോഗത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 60ഓളം MLA-മാർ ഈ യോഗത്തിൻ്റെ ഭാഗമായില്ല. ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇവരുമായി ബന്ധപ്പെടാൻ തൃണമൂൽ നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും അവരെ ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടി പിളർപ്പിലേക്കാണോ ഈ വിഷയത്തിൽ? കാരണം അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ ആക്രമിച്ചത് തൃണമൂൽ പ്രവർത്തകർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കിടയിൽ വലിയ അസ്വാരസ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് വിവരം. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇതിപ്പോൾ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവിടെ സംഭവിക്കുന്നുണ്ട്. നിരവധി ആക്രമണങ്ങൾ അവർ നേതാക്കൾക്ക് സംഭവിക്കുന്നു. ഇതിനിടയിലാണ് തൃണമൂൽ പ്രവർത്തകർക്ക് തന്നെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, 5 പേരെയാണ് കഴിഞ്ഞ ദിവസം അവിടെ പോലീസ് പിടികൂടിയത്. തപൻ മൈത്തി, ആകാശ് ഗയൻ, അതുപോലെ കാജൽ ദാസ്, ദിബാഷിഷ് ദത്ത, നിർമ്മലയ സെൻഗുപ്ത എന്നിവരെ ആണ് കഴിഞ്ഞ ദിവസം പോലീസ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടികൂടിയത്. ഇനിയും ആളുകളെ പിടികൂടാനും ഉണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോഴാണ് ഇവരെ പറ്റിയുള്ള പരിശോധനകളിൽ വരുമ്പോഴാണ് തപൻ മൈത്തി ഈ TMC MLA ലൗലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനി വേറെ ഒരു ഈ നിർമ്മലയ സെൻഗുപ്ത എന്ന ഒരു കേസിൽ അറസ്റ്റിലായ ഒരു പ്രതി കൂടിയുണ്ട്. ഇയാൾ അവിടെ പൊതുവെ അറിയപ്പെടുന്നത് ജോയ് സെൻഗുപ്ത എന്നയാളാണ്. ഈ ജോയ് സെൻഗുപ്തയും അവിടുത്തെ ഈ ലൗലി മൈത്രയുമായി അടുത്ത ബന്ധം ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഈ കാജൽ ദാസും ദിബാഷിഷ് ദത്തയും ഒക്കെ ഇതുപോലെ TMC ബന്ധമുള്ളവരാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഇവർ ഈ സെൻഗുപ്തയുടെ കുടുംബം, ജോയ് സെൻഗുപ്തയുടെ കുടുംബം തൃണമൂൽ കോൺഗ്രസുമായി വളരെ കാലം അടുത്ത ബന്ധമുള്ളവരായി 98 മുതൽ പാർട്ടിയുടെ വിശ്വസ്തരായി പ്രവർത്തിച്ച ആളുകളാണ് എന്ന വിവരങ്ങൾ വരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഇവരെങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. ഈ തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ കനത്ത ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയ ജനരോഷം പാർട്ടിക്കെതിരെ ഉണ്ടെന്ന് BJP ആരോപിക്കുന്നു. മാത്രവുമല്ല, പാർട്ടിക്ക് അകത്ത് തന്നെ ആളുകൾ മമതയുടെ രീതിയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. മമത പഴയ രീതിയിലേക്ക് മടങ്ങണം എന്നൊക്കെയുള്ളത്. പ്രത്യേകിച്ച് ഇവരുടെ ഈ മായി മാതാ എന്നൊരു ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതായത് മണ്ണും അതുപോലെ അമ്മയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തരത്തിലൊക്കെയുള്ള മുദ്രാവാക്യം. അങ്ങനെ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയാണ് അവിടെ ആവശ്യം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കാളിഘട്ടിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു മമത. അതിൽ 60ഓളം MLA-മാർ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നത് വലിയൊരു ആശ്ചര്യത്തിന് വഴിവെക്കുന്നു. അപ്പോൾ മമതയുടെ നേതൃത്വത്തിനെതിരെ വലിയ കലാപക്കൊടി ഉയരുന്നു എന്ന സംശയമാണ്. പ്രത്യേകിച്ച് ഈ അഭിഷേക് ബാനർജിയെ അടുത്ത TMCയുടെ തലവനായി, ഇപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറിയാണ് എങ്കിലും അതിൻ്റെ മുഴുവൻ മേധാവിയായി ഉയർത്തിക്കാണിക്കുന്നു എന്നത് സംഘടനയ്ക്കകത്ത് വലിയ രോഷമുണ്ടാക്കുന്നു എന്ന ചില പരാമർശങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് TMCയിൽ ഈ കലാപക്കൊടി ഉയരുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ആക്രമിച്ചവർ BJP ബന്ധമുള്ളവരാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇത് BJPയുടെ വികൃതമായ മുഖമാണ് പുറത്തു വരുന്നതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. BJPയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഈ MP-മാരെ ആക്രമിച്ചവർ യഥാർത്ഥത്തിൽ അവരെയൊക്കെ വോട്ട് ചെയ്തവരെ ആക്രമിക്കുന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു. ഏതായാലും ഇത് വിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണെന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുമ്പോഴും ഇത് ബന്ധപ്പെട്ട കേസുകളിൽ പിടിക്കപ്പെടുന്നത് TMC നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്ന് പറയുമ്പോൾ അത്
വലിയ ഒരു പ്രതിരോധത്തിലേക്ക് TMCയെ കൊണ്ടെത്തിക്കുകയാണ്. തീർച്ചയായും അതാണ് സംഭവം. എന്തായാലും TMC വലിയ പ്രതിരോധത്തിലാണ്, MLA മാരടക്കം വലിയ അസംതൃപ്തിയിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അമ്പയെ പരാജയപ്പെട്ടൊരു പാർട്ടി, ഇപ്പോൾ പാർട്ടിക്കുള്ളിലും ഈ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ മമതയ്ക്ക് മുന്നിൽ ഇനി എന്തു വഴി എന്നാണ് ഉറ്റുനോക്കുന്നത്.